മമ മായാ ദുരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തി തേ. സ്പഷ്ടമായ ആൻസർ. എന്ത്? ഏഷാ മായ ദൈവീം, ദൈവീകമായ ഈ മായ. ആരുടെ മായ? മമ മായ. ഭഗവാൻ മായയെ തൻ്റേതാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. അവിടെ ദുരത്യയാ. ദുരത്യ എന്ന് പറഞ്ഞാൽ കടന്നു കിട്ടാൻ പ്രയാസമുള്ളത്. അപ്പൊ മായ കടന്നു കിട്ടാൻ പ്രയാസമാണ്. അതിനെന്ത് ചെയ്യണം? മാം ഏവായഹ പ്രപദ്യന്തേ, ആരാണോ എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നത്. അവിടെ ആരാണോ എന്നുള്ള യൂണിവേഴ്സൽ പ്രോനൗൺ യഹ എന്നാണ് പറഞ്ഞത്. അവിടെ ബ്രാഹ്മണെന്നോ ക്ഷത്രിയെന്നോ ചണ്ടാലെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഗുരുവായൂരുകാരെന്നോ ഉഗാണ്ടക്കാരെന്നോ ഒന്നും പറഞ്ഞില്ല. പിന്നെ യഹ, ആരാണോ മാം ഏവാ യഹ പ്രപദ്യന്തേ, ആരാണോ എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നത്, മായാം ഏതാം തരന്തി തേ. തേ എന്ന് പറഞ്ഞാൽ അവർ ഈ മായയെ കടന്നു കിട്ടുന്നു. അപ്പോൾ മായ എല്ലാരെയും മോഹിപ്പിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കരയാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ മായയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ മായാനാഥനെ ശരണം പ്രാപിക്കൂ. എന്താ ഉദാഹരണം പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നായയിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണോ നായാനാഥനെ. അതെന്താണ്? അല്ല, ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. എന്ത്? നായയുണ്ട്, സൂക്ഷിക്കുക. നമ്മൾ സൂക്ഷിക്കാന്ന് വായിച്ചു തീരുന്നതിന് മുമ്പല്ല അവൻ അവിടെ കുരച്ച് ചാടിക്കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ധൈര്യപൂർവം ഗേറ്റ് തുറക്കാതെ അവിടെ നിന്നു. അപ്പം അകത്തുനിന്ന് ഗൃഹനാഥൻ വന്ന് നോക്കി, തല ഇങ്ങനെ പൊക്കി നോക്കിയപ്പോ നല്ല പരിചയമുള്ള വേണ്ടപ്പെട്ട. അല്ല, ഇത് ആര് വന്നിരിക്കുന്നു? എത്ര കാലമായി കണ്ടിട്ട്, വഴിയൊക്കെ മറന്നുവോ എന്ന് ചോദിച്ച് ഗേറ്റ് തുറന്ന് സ്വീകരിക്കുമ്പോൾ നായ വാലാട്ടിക്കൊണ്ട് നമ്മുടെ കൂടെ വരും. എന്തുകൊണ്ട്? നായയ്ക്ക് മനസ്സിലായി യജമാനന് വേണ്ടപ്പെട്ട ആളാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നായയിൽ നിന്ന് നായാനാഥൻ ശരണം തരുമെങ്കിൽ മായയിൽ നിന്ന് മായാനാഥൻ ശരണം തരുമെന്ന് സംശയിക്കണോ? അതോറിറ്റി എന്താണ്? ഗീതയിലെ ഈ ശ്ലോകം കോട്ട് ചെയ്തോളൂ. ദൈവീ ഹേഷ ഗുണമയീ മമ മായ ദുരത്യയ മാം ഏവ യഹ പ്രപദ്യന്തേ. ആ വാക്കുകൾ വിട്ടുപോകരുത് എന്ന്. മാം ഏവ യഹ പ്രപദ്യന്തേ, ആരാണോ എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നത്, മായാമേഷാം തരന്തി. യേഷാം മായാ തേ തരന്തി. അവിടെ യാതൊരു ക്വാളിഫിക്കേഷനും പറഞ്ഞില്ല. കാലത്തിന്റെയോ ദേശത്തിന്റെയോ ലിംഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ആശ്രമത്തിന്റെയോ ഒരു പേരിലും ഒരു വിശേഷണവും പറഞ്ഞില്ല. പിന്നെ ആർക്കാണോ ഇത് ഇതാണ് നമ്മുടെ തത്വശാസ്ത്രത്തിന്റെ വലിയ ഒരു പ്രത്യേകത. ഒരു തരത്തിലും ആർക്കും ഇതൊന്നും റിസർവ് ചെയ്ത് വെച്ചിട്ടുമില്ല, ആർക്കും നിഷേധിച്ചിട്ടുമില്ല. ആർക്കാണോ ഇത് ചെയ്യാൻ കഴിയുന്നത്? ഇത്ര സുന്ദരമായ ഒരു കോൺസെപ്റ്റാണ്. നോക്കൂ. നിന്മഹാമായ ജഗത്രയവാസിനാം സമോഹകാരിണിയായത് നിർണയം. അപ്പൊ മായ എല്ലാവരെയും മോഹിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ദുഃഖിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെന്ത് വേണം? മായാനാഥനെ ശരണം പ്രാപിക്കൂ. അങ്ങനെ മായയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ദേവൻ ഉമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈ തലക്കാലമേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയോധ്യാകാന്ഡം അവിടെ സമർപ്പിക്കുന്നത്. പിന്നീടാണ് ആരണ്യകാന്ഡം. നേരത്തെ നമ്മൾ പറഞ്ഞു സാധകന്റെ യാത്രയാണ്. അയോധ്യ എന്ന് പറഞ്ഞ എന്താണ്? യുദ്ധം കൊണ്ട് നേടിയെടുക്കാനാവാത്ത മനുഷ്യചിത്തം. ബഹളമുണ്ടാക്കി വഴക്കുണ്ടാക്കിയിട്ടൊന്നും ആർക്കും സ്വന്തം ചിത്തത്തെ കീഴടക്കാൻ സാധ്യമല്ല. പിന്നെന്ത് വേണം? യമനിയമാദികളൊക്കെ ശീലിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കണം.
അതാണ് അയോധ്യ. അവിടെ ദശരഥൻ, നേരത്തെ നമ്മൾ പറഞ്ഞു ദശരഥൻ ആരാണ് അല്ലേ? 10 ഇന്ദ്രിയങ്ങളിലും കൂടി ഈ പ്രപഞ്ച വ്യവഹാരം നടത്തുന്ന ജീവാത്മാവിന്റെ പ്രതീകമാണ് ദശരഥൻ. അവിടെയുള്ള 3 ശക്തികളാണ് ഏതൊക്കെ? ഇച്ഛാക്രിയ ജ്ഞാന ശക്തികൾ 3 രാജ്ഞിമാരായിട്ട് സൂചിപ്പിച്ചു. അവിടെയാണ് ഭഗവത് അവതാരം ഉണ്ടാകുന്നത് 4 കലകളോട് കൂടിയിട്ട്. പിന്നെ വിശ്വാമിത്രന്റെ കൂടെയുള്ള സത്സംഗവും മനസ്സാകുന്ന സീതയെ സ്വീകരിക്കുന്നതും. മനസ്സാകുന്ന സീതയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാനൊക്കുകയില്ല അല്ലേ? രണ്ടുപേരും കൂടെ എന്താ പറയുക, ആക്റ്റീവ് മെറ്റീരിയൽ ലൈഫ്, അതിലേക്ക് ആക്റ്റീവ് എന്നുള്ളതിന് എന്ത് പറയാം മലയാളം? സക്രിയമായ, ഗുഡ്, സക്രിയമായ ഭൗതിക ജീവിതത്തിലേക്ക്, ഗാർഹിക ജീവിതത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു. അതാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഒരു സാധാരണ ഗൃഹങ്ങളിൽ ഉണ്ടാകാം. ഇത് രാജകൊട്ടാരമായതുകൊണ്ട് അധികാരം അതും ഇതുമൊക്കെ ഇങ്ങനെ വന്നു. അപ്പൊ പണ്ട് കൊടുത്ത വരം അന്വേഷിച്ചു വിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുന്നത്? പണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പലതുമാണ് നമ്മെ തേടി വരുന്നത്. എന്നോ കൊടുത്ത ഒരു വാക്ക്, എന്ത് 2 വരം തരാം, അന്നെന്ത് പറഞ്ഞു? അവിടെ ഇരിക്കട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം. പണ്ടെന്നോ പറഞ്ഞ വാക്കുകളൊക്കെയാണ് നമ്മെ തേടി പിന്നീട് വരുന്നത്. പഴയ പ്രാരബ്ധം നമ്മെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് അലട്ടുന്നതിൻ്റെ സൂചനയാണ് ഏത്? ദശരഥന്റെ കഥ സൂചിപ്പിക്കുന്നത്. ഏത് കഥ? കാട്ടിൽ പോയതും മുനികുമാരനെ മനസ്സറിയാതെ ആയാലും നിഗ്രഹിച്ചതുമൊക്കെ. ഇപ്പൊ പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ, അവിടെ എടുത്ത് സൂചിപ്പിച്ച എന്താണ്? അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ളതൊക്കെ അപകടമുണ്ടാക്കും. യമധർമ്മന് വിതുരരായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നത് എന്തുകൊണ്ടാണ്? മാണ്ഡവ്യമുനിയുടെ ശാപം. മാണ്ഡവ്യമുനിയെ യമധർമ്മൻ ശിക്ഷിച്ചു. മഹർഷിയാണ്. ശിക്ഷ കിട്ടിയ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ചെറുപ്പത്തില് ഈർക്കില് ഈച്ചകളെ ഇങ്ങനെ കോർത്ത് കളിച്ചിട്ടുണ്ട്, അതിന്റെ ശിക്ഷയാണ്. ആഹാ, അറിവില്ലാത്ത ബാല്യകാലത്ത് എന്തെങ്കിലും ചെയ്തതിന് ഇത്രയും ശിക്ഷിച്ച നീ മനുഷ്യജന്മം എടുക്കട്ടെ എന്ന് മാണ്ഡവ്യമുനി തിരിച്ച് യമധർമ്മനെ ശപിക്കുകയുണ്ടായി. അങ്ങനെയാണ് യമധർമ്മന് വിതുരനായിട്ടൊരു ജന്മം എടുക്കേണ്ടതായിട്ട് വന്നത്. സൂചിപ്പിച്ചെന്താണ്? ചെറുപ്പത്തില് അറിയാത്ത കാലത്ത് ചെയ്തതാണെങ്കിൽ പോലും അവയൊക്കെ നമ്മെ തേടി വരും എന്ന് പറഞ്ഞെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അപ്പക്കോൽ എലി ഭക്ഷിച്ചു അപ്പത്തൻ കഥ എന്ത് താൻ എന്ന് പറഞ്ഞതുപോലെ അറിവില്ലാത്ത കാലത്ത് ചെയ്തത് ഇങ്ങനെ നമ്മെ തേടി വരുമെങ്കിൽ മുതിർന്നിട്ട് ബോധപൂർവം ചെയ്യുന്ന തെറ്റുകൾ എത്രമാത്രം നമ്മെ പിന്തുടരുന്ന ആലോചിച്ചു. അതാണ് അതിൽ നിന്ന് തരുന്ന സൂചന. ദശരഥന്റെ അവസാന കാലത്തുള്ള പരിദേവനമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മെ പിന്തുടരും. അതുകൊണ്ട് എന്ത് വേണം? ആവോളം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക, സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഉള്ള ജന്മം പാഴാക്കാതെ നല്ല ചിന്തകൾ, നല്ല വാസനകളെ വളർത്തിക്കൊണ്ടുവരൂ. രജസ്തമോ ഗുണങ്ങൾ, അതിൽ നിന്ന് പുഷ്ടമാക്കപ്പെടുന്ന വാസനകൾ, അതിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കണം. അതിനെന്ത് വേണം? സത്വഗുണം വളർത്തണം. സത്വഗുണപ്രധാനങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കൂ. ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മെ അതിന് സഹായിക്കണം. ക്ഷേത്രത്തിൽ പോവുക, ഔഷധം സമർപ്പിക്കുക, വഴിപാട് ചെയ്യുക, നിവേദ്യം സ്വീകരിക്കുക, അത് ഒരു പ്രസാദബുദ്ധിയോടുകൂടി കഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒരു നിവേദ്യഭാവത്തിൽ ചെയ്യാൻ കഴിയും. നിവേദ്യ പ്രസാദബുദ്ധി, എന്ത്? അങ്ങോട്ട് സമർപ്പിക്കുന്നതൊക്കെ നിവേദ്യം, ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ പ്രസാദം. ഇതുപോലെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ
ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ. ഏത് സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ. 12ാം അധ്യായത്തിൽ സ്പഷ്ടമായിട്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നു. അപ്പൊ ഏത് സർവാണി, എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അത് മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യൂ. അപ്പോൾ അഹങ്കാരാദി വാസനകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ക്ഷയിക്കും. അങ്ങനെ ചിത്തശുദ്ധി നേടും. അപ്പൊ രജസ്തമോ ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് നമ്മൾ മാറും. പൂർണ്ണ സത്വഗുണം ഉള്ളിൽ വളർന്നു കഴിയുമ്പോൾ പിന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊള്ളും എന്നാണ് ആചാര്യന്മാര് നമ്മെ സമാധാനിപ്പിക്കുന്നത്. സത്വഗുണത്തെയും ഉപേക്ഷിക്കണം. എന്തുകൊണ്ട്? ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ. അപ്പൊ സത്വഗുണവും ബന്ധിക്കുന്നതാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? തമോ ഗുണം ഇരുമ്പ് ചങ്ങലയാണെങ്കിൽ, പിന്നെ രജോ ഗുണം വെള്ളി കൊണ്ടുള്ള ചങ്ങലയാണെങ്കിൽ, സത്വഗുണം സ്വർണം കൊണ്ടുള്ള ചങ്ങലയാണ് എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ചങ്ങല തന്നെ കാലിൽ. പദ്യത്തെ അങ്ങനെ മോഡിഫൈ ചെയ്തോളൂ എന്നാണ് അല്ലെ. സ്വർണം കൊണ്ടാണെങ്കിലും ചങ്ങല തന്നെ കാലിൽ. എത്ര നേരത്തേക്ക് കാലിൽ സ്വർണമാണെന്ന് പറഞ്ഞ് അതിന്റെ ഭംഗി ആസ്വദിക്കാം. പവന് 18,000 രൂപ ആയി, അത്ര വിലയുള്ളതാണ് എൻ്റെ കാലിൽ കിടക്കുന്നതെന്നൊക്കെ കുറച്ചു നേരത്തേക്ക് ഒരു സുഖം തോന്നും. അത് കഴിഞ്ഞാലോ അതും ബന്ധനം തന്നെയാണെന്ന് ബോധിക്കും. എന്താ സൂചിപ്പിക്കുന്നത്? സത്വഗുണത്തിൽ നിന്നും മോചനം വേണം. അതെങ്ങനെ സാധിക്കും? അത് തന്നെ സംഭവിക്കും എന്നാണ് പറയുക. ഭഗവാൻ അതിന് ഉള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എവിടെ വരെ എത്തിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് സത്വഗുണഭാവം. അതിനാണ് നമ്മൾ ഈ സത്വഗുണപ്രധാനങ്ങളായ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ ആചാര്യന്മാർ പ്രേരിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ പോകൂ, പൂജ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കിട്ടാനല്ല. അതൊക്കെ പിന്നീട് വന്ന ഒരു ദുശ്ചിന്തയൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നിട്ടൊക്കെ അതല്ല ഉദ്ദേശം. സമർപ്പണഭാവം ഉള്ളിൽ വരാനും ഞാനെന്ന ഭാവം ഇല്ലാതെയാക്കാനും ഒക്കെയാണ് ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് വിധിച്ചിരിക്കുന്നത്. അതറിയാതെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചിത്തശുദ്ധി നേടി പൂർണ്ണ സത്വഗുണഭാവത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് സത്വാത് സഞ്ജായതേ ജ്ഞാനം. ഉറപ്പായിട്ട് ഭഗവാൻ പറഞ്ഞു. എന്ത്? സത്വഗുണത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊള്ളും. വേറെ ഒരു അത്ഭുതം സംഭവിക്കുമെന്നൊന്നും അല്ല അവിടെ പറഞ്ഞു. പിന്നെ സത്വാത് സഞ്ജായതേ ജ്ഞാനം. സത്വഗുണം പൂർണ്ണമായി കഴിഞ്ഞാൽ ജ്ഞാനം അവിടെ ഉണ്ടാകും. എന്തുകൊണ്ട്? ഉള്ളിൽ തന്നെയുള്ള ജ്ഞാനത്തെ ഇപ്പോൾ മറയ്ക്കുന്നത് തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും കട്ടിപിടിച്ച എന്താ പറയുക കർട്ടൻസ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് എന്നർത്ഥം. ഭഗവാൻ ഗീതയിൽ 3 ഉദാഹരണങ്ങൾ പറയും. ധൂമേനാവ്രിയതേ വന്യഹി യഥാദർശോ മലേന ച. എങ്ങനെയാണോ അഗ്നിയിൽ നിന്ന് പുകയുണ്ടാകുന്നത് അല്ലെ? പുക മാറ്റിയിട്ട് അഗ്നിയെ കാണണമെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല. ഒന്നിങ്ങനെ ആക്കിയാൽ മതി അല്ലേ? ഈ ഗണപതി ഹോമത്തിനൊക്കെ ഇരിക്കുന്നവർ കണ്ടിട്ടില്ലേ? ഒരു വീശാനുള്ള എന്തെങ്കിലും ഒരു വിശറി അല്ലെ? ലിസ്റ്റ് എഴുതുമ്പോൾ അതും കൂടെ എഴുതും. വിശറി 1. ഇതിനു വേണ്ടിയിട്ട് 1 ആ പുകയെ മാറ്റാൻ വേണ്ടി. ധൂമേനാവ്രിയതേ വന്യഹി യഥാദർശോ മലേന ച. ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി. കണ്ണാടിയിൽ പൊടി പിടിച്ചത് അത് ക്ലീൻ ചെയ്യാൻ എന്ത് വേണം? അത് വെറുതെ വിശറി കൊണ്ട് വീശിയാൽ പോരാ. പിന്നെന്ത് വേണം? ഒരു തുണി കൊണ്ട് ഒന്ന് തുടയ്ക്കണം. അല്പം കൂടി ശ്രമം വേണം. സത്വഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയാണ് സൂചന. തമോ ഗുണത്തിന്റെയോ എങ്ങനെയാണോ ഉള്ളിൽ ഗർഭം സംഭവിച്ചാൽ അത് പോകുന്നു, അതുപോലെയാണ് തമോ ഗുണത്തിന്റെ എന്നാണ്. യഥോൽബേനാവൃതം. ഉൽബം എന്ന് പറഞ്ഞാൽ ഫീറ്റസ്, ഉള്ളില് ഇതുണ്ട്. അതെങ്ങനെ വേണം? അത് കാലം കൊണ്ടേ. നമ്മൾ തിരക്ക് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്കിത് 10 മാസം ഒന്നും ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അകത്തായാൽ പിന്നെ അത് കാലം കൊണ്ടേ. ഇതുപോലാണ് തമോ ഗുണം. 3 തരത്തില് ഈ 3 ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. എന്താ നമ്മൾ പറയാൻ വന്നത്? ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഈ ചിത്തശുദ്ധിക്ക്, അതായത് തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും ആഘാതത്തിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന് നമ്മെ
രക്ഷിക്കാനായിരിക്കണം. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇതാണ് ലക്ഷ്യമെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? സത്സംഗം വേണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അനുഷ്ഠിക്കുന്നതെന്ന് അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വ്യർത്ഥമാണ്. ആ സൂചനയോട് കൂടിയിട്ടാണ് അയോധ്യാകാന്ഡം. ഇങ്ങനെ സൂക്ഷ്മ തത്വങ്ങൾ ഒരുപാട് ഗ്രഹിക്കാനുണ്ട് രാമായണത്തിൽ. മുഴുവനൊന്നും നമുക്ക് കാണാൻ സമയം അനുവദിക്കുന്നില്ല. സമയത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ ശ്രമിക്കാം. ആരണ്യകാന്ഡത്തിൽ അപ്പൊ യാത്ര തുടങ്ങി, അയോധ്യയിൽ നിന്നിറങ്ങി. ആരണ്യം എന്ന് പറഞ്ഞാൽ സംസാരത്തെ സമുദ്രത്തോടും പിന്നെ കാടിനോടുമാണ് ആചാര്യന്മാർ ഉപമിക്കാറുള്ളത്. സംസാരസാഗരേ മഗ്നം, അല്ലേ? സംസാരമാകുന്ന സാഗരം, സംസാരമാകുന്ന കാട്, സംസാരാടവി. അപ്പൊ ഇവിടെ അരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ആക്റ്റീവ് സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നു. സാധാരണ ആരണ്യത്തിൽ നിന്നും ദണ്ഡകാരണ്യത്തിൽ നിന്ന് പറഞ്ഞാലോ ഹാർഡ് കോർ സംസാരി ആകുന്നു ഭഗവാൻ. ഒക്കെ നമ്മുടെ യാത്രയാണ് സൂചിപ്പിക്കുക. അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ആരണ്യകാന്ഡത്തിലൊക്കെ പോകാൻ ഇപ്പൊ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ ഹെഡിങ് തന്നെ മഹാരണ്യ പ്രവേശം. മഹാരണ്യം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച സംസാരത്തിലേക്ക് സൂചിപ്പിക്കുന്നു. എന്നിട്ട് അവിടെ മഹാപ്രസ്ഥാനമൊക്കെ ആരംഭിച്ചു. അതാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ട് തിങ്ങീടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു. ആരാണ്? ഞങ്ങൾക്കൊന്ന് വഴി കാണിച്ചു തരണമല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ, അന്ന് അത്രി അനസൂയ ദമ്പതികളുടെ കൂടെ ആശ്രമത്തിലൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പോകാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, ആരാണ് ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരുന്നത്? മഹാത്മാക്കളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ കിട്ടിയാൽ അവർ നല്ല സുന്ദരമായിട്ട് അതിന് മറുപടി പറയും. ഇതുപോലെ ഇന്നലെ നമ്മൾ കണ്ടു ഒരു മറുപടി. ആരുടെ? വാൽമീകി മഹർഷി പറഞ്ഞു കൊടുത്തു. എന്ത്? സീതയോടും കൂടി ഞാൻ എവിടെ വസിക്കും എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത്. എത്ര ഉത്തരമാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്? സീതയാ സാർത്ഥം വസിക്ക നീ. സീതയോടുകൂടി ഭഗവാന് വസിക്കാൻ പറ്റും. എത്രയോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അവിടൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഈ ചോദ്യത്തിന്റെ മറുപടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്? നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിത് ആരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. ഭഗവാനെ, അങ്ങാണ് എല്ലാവർക്കും നല്ല വഴി കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ആരാണ്? വഴി കാണിക്കുക. എങ്കിലും ജഗദനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, അല്ലേ? ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ഭഗവാൻ ഇതൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തെ അനുകരിക്കണം. എന്താ സൂചിപ്പിക്കുന്നത്? മനുഷ്യവേഷം കെട്ടുമ്പോൾ നല്ലതായിട്ടത് സൂചിപ്പിച്ചു. അതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. എന്ത്? ശിഷ്യന്മാരെയൊക്കെ കൂടെ അയക്കാമെന്ന് പറഞ്ഞു. അവർ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹമാമനി തിരിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു പൊയ്ക്കോളൂ മഹർഷിയെ, അങ്ങ് തിരിച്ച് പൊയ്ക്കോളൂ, ശിഷ്യജനങ്ങളുണ്ടല്ലോ, ഞങ്ങൾ അവരുടെ കൂടെ പോവാം. അങ്ങനെ കുറച്ചങ്ങോട്ട് മുമ്പ് കഴിഞ്ഞപ്പോഴാണ് നദി കടക്കണം. ഈ നദി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ. അപ്പൊ കൂടെയുള്ള ശിഷ്യർ പറഞ്ഞു, അതിനാണോ പ്രയാസം? നല്ല തോണിയുമുണ്ട്. വെറും സാധാ പൊട്ടിപ്പൊളിഞ്ഞ തോണിയൊന്നുമല്ല, പിന്നെ നല്ല തോണിയുമുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ ഈ നല്ല എന്നുള്ളതിന് വലിയൊരു സ്ഥാനമുണ്ട് എന്നറിയാം. തലവേദനയാണെങ്കിൽ എന്താ പറയുന്നത്? നല്ല തലവേദന, ഇങ്ങനല്ലേ പറയാറുള്ളൂ. മോശമായ ഒരു തലവേദന എനിക്കുണ്ട് എന്ന് ആരെങ്കിലും പറയാറുണ്ട്? എന്താ വല്ലാതിരിക്കുന്നത്? നല്ല തലവേദന. തലവേദനയെ പോലും നല്ലതായിട്ട് കാണാനാണ് നമ്മുടെ സംസ്കാരം ഇത് നിങ്ങൾ അറിയാതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? ഇനിയും പറയുമ്പോൾ ഓർത്തോളൂ. തലവേദനയും പനിയും കാലുവേദന പോലും നമുക്ക് നല്ലതാണ്. ഇതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകത. ആലോചിച്ചു. നല്ല തോണിയുമുണ്ട്. വെറുതെ പൊട്ടിപ്പൊളിഞ്ഞൊന്നും നല്ല നല്ല അസലായിട്ട് ധൈര്യമായിട്ട് കയറാം. കാരണം സീതയും കൂടെ ഒക്കെ കുടുംബസമേതം പോകുമ്പോൾ കുറച്ച് കൂടുതൽ സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പിന്നെ സാരമില്ല. അപ്പൊ പറഞ്ഞു നല്ല തോണിയുണ്ട്.
ധൈര്യമായിട്ട് കയറിക്കോളൂ. പിന്നെയോ അതും സംശയമൊന്നും വേണ്ട, ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. അത് പറയുന്നത് ഒരു ഉറപ്പാണില്ലേ? തോണി കടത്തുന്നതിൽ ഞങ്ങൾ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ സമാധാനമായി. എങ്കിലോ തോണി കരേറിയിടാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് കയറാമെന്ന് പറഞ്ഞു. കയറി. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. എല്ലാവരെയും സംസാരസാഗരത്തിന് അക്കര കടത്തുന്ന ശ്രീരാമചന്ദ്രനെ നദിയുടെ അക്കര കടത്താൻ ഭാഗ്യം കിട്ടി ഈ ശിഷ്യന്മാർക്ക്. അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, യാത്ര പറഞ്ഞു, ഓക്കെ ഇനി അങ്ങ് പൊയ്ക്കുള്ളൂ. എന്നിട്ട് അവിടെ ചെന്ന് വേണം ത്രിപാദത്തിൽ ചെന്നവർ ഇവരെയൊക്കെ അറിയിച്ചു. എന്നിട്ട് ഇവര് മൂന്നുപേരും കൂടി മഹാകാനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അകത്തേക്ക് കാട്ടിലേക്ക് പോയി. അതിന്റെ വർണ്ണനയൊക്കെ സൂചിപ്പിക്കുന്ന കണ്ടു. ചില്ലിജ്ജങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണം ആതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. എന്താ സൂചിപ്പിക്കുന്നത്? സംസാര അടവിയിലേക്ക് കയറിയപ്പോൾ, പ്രവേശിച്ചപ്പോൾ തന്നെ അവിടെ എന്തൊക്കെ അപകടമുണ്ടാകും എന്ന് കണ്ടു. ഇതാണ് വിവേകിയുടെ ലക്ഷണം അല്ലേ? കൊണ്ടിട്ടല്ല അറിയുന്നത്. പിന്നെ സാറിന് നാട്ടിൻപുറത്ത് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുന്ന. അറിവുള്ളവനോ അറിവില്ലാത്തവൻ കണ്ടാലും കൊണ്ടാലും അറിയത്തില്ല. അറിവുള്ളവൻ അതിനൊക്കെ മുമ്പേ തന്നെ ഇത് അറിയും. മുമ്പേ കണ്ടിട്ട് അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഇതാണ് കൊണ്ടിട്ടല്ല അറിയുന്നത്. പിന്നെ സംസാരത്തിൽ എന്തെല്ലാം അപകടമുണ്ടാകാം എന്ന് മുൻകൂട്ടി അറിയണം. ശ്രീരാമകൃഷ്ണദേവൻ പറയാറില്ലേ, ചക്ക മുറിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? കയ്യിലും ആ കത്തിയിലും കൂടെ. കയ്യിൽ മാത്രം പോരാ, പിന്നെ കത്തിയിലും കൂടെ സ്വല്പം എണ്ണ തേച്ചാൽ കറ പിടിക്കുമെങ്കിലും കളയാൻ വളരെ ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ അല്ലേ? ഇപ്പൊ പിന്നെ പേപ്പർ ടവൽ കൊണ്ടാണ്. പണ്ടൊക്കെ ചകിരിയൊക്കെ കൊണ്ടാണ് നമ്മൾ തേച്ചിരുന്നത്. ഇപ്പൊ പേപ്പർ ടവലൊക്കെ കൊണ്ട് ഈസി ആയിട്ട് കളയാം. എന്തുകൊണ്ട്? അതേസമയത്ത് എണ്ണ തേക്കാതെ ഈ കറ പിടിച്ചു കഴിഞ്ഞാലോ എന്താ മെനക്കേട്? എത്ര നേരം ഇട്ട് ഇങ്ങനെ ആക്കി കളയണം. എന്താ സൂചിപ്പിച്ച ആശയം മനസ്സിലായല്ലേ? കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഭഗവാൻ പറയുകയാണ് എന്തെല്ലാം ഇവിടെയുണ്ട്. അപ്പൊ എന്ത് വേണം? നമ്മൾ സംസാരത്തിലേക്ക്, ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിലുണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. ഇതാണ് നമ്മുടെ സംസ്കാരത്തിൽ ആദ്യത്തെ ആശ്രമം ബ്രഹ്മചര്യം, രണ്ടാമത്തേത് ഗാർഹസ്ഥ്യം, മൂന്നാമത്തേത് വാനപ്രസ്ഥം, നാലാമത്തേത് സന്യാസം. ഇപ്പൊ ഗാർഹസ്ഥ്യമാകുന്ന വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബ്രഹ്മചര്യാശ്രമത്തിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് വെൽ എക്വിപ്ഡായിട്ടാണ് പ്രവേശിക്കുന്നത്. പിന്നെ ഇപ്പൊ ഗാർഹസ്ഥ്യത്തിന്റെ ഒരു ദോഷവും നമ്മെ, എത്ര സുന്ദരമായ ഭാവനയാണെന്ന് നോക്കൂ, സംവിധാനമാണെന്ന് നോക്കൂ. ഭാവന എന്ന് മാത്രം പറഞ്ഞ പോലെ, പിന്നെ വെൽ ഓർഗനൈസ്ഡ് സിസ്റ്റം. ഇപ്പൊ വരുന്ന തകരാറ് എന്താണ്? ഈ ഗാർഹസ്ഥ്യമൊക്കെ പിഴയ്ക്കുന്നതിന് കാരണം എന്താണ്? ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വേണ്ടത്ര തയ്യാറെടുപ്പ് സ്ത്രീക്കും പുരുഷനും അല്ലേ? എന്തുകൊണ്ട് ശിഥിലമാകുന്നു? ഇപ്പൊ അത് കൂടിക്കൂടി വരികയാണല്ലേ? ആലോചിക്കുക. ബന്ധങ്ങൾ കൂടുതൽ ശിഥിലമാകും. സൗകര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. മറുവശത്ത് ഇതൊക്കെ കൂടിക്കൂടി. എന്തുകൊണ്ട്? ഈ ആധ്യാത്മിക സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പിന്മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ബ്രഹ്മചര്യ ആശ്രമത്തിൽ ഇരുന്ന് വേണ്ടതൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഗുരുകുലത്തിൽ ഗുരുവിനോടൊപ്പം ഇരുന്ന് ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ചൊക്കെ ഭംഗിയായിട്ട് പഠിച്ച് ധർമ്മത്തിന്റെ അടിത്തറ ഉറപ്പിക്കുകയാണ് ബ്രഹ്മചര്യാശ്രമത്തിൽ. അത് കഴിഞ്ഞ് ഗാർഹസ്ഥ്യത്തിലോ അർത്ഥകാമങ്ങളുടെ ഭോഗമാണ്. അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥ സന്യാസാശ്രമങ്ങളിൽ കൂടി മോക്ഷവും. ഇങ്ങനെയാണ് ഈ ചതുരാശ്രമങ്ങളെ ചതുർവിധ പുരുഷാർത്ഥവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടത്. അല്ല, അപ്പൊ ഗാർഹസ്ഥ്യം കമ്പൽസറി ആണോ? അല്ല. ആർക്കാണ് ഗാർഹസ്ഥ്യം?
ഗാർഹസ്ഥ്യ വാസനകൾ ഉള്ളവർക്ക് ഭാര്യയെ ഭർത്താവിനെയൊക്കെ സ്വീകരിച്ച് ഗാർഹസ്ഥ്യത്തിലേക്ക് പോകും. അല്ലാത്തവർക്കോ അത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ പോകാം. അല്പമെങ്കിലും ഗാർഹസ്ഥ്യ വാസനകൾ ഉള്ളവർക്ക്, ശാരീരികമായ വികാര വിചാരങ്ങളുള്ളവർക്ക്, ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒക്കെ, അവർക്കൊക്കെ അത് ആവാം, നിഷിദ്ധമല്ല. മഹാത്മാക്കൾ പോലും കുടുംബസ്ഥന്മാരായിരുന്നില്ല. ഇപ്പൊ വായിച്ച ആരുടെ ഉദാഹരണമാണ്? അത്രി, അനസൂയ. ഏറ്റവും വലിയ വേദാന്താചാര്യനായിരുന്നു യാജ്ഞവൽക്യൻ. ഒന്നിലധികം ഭാര്യമാര് ഉണ്ടായിരുന്നു. കാത്യായനിയമ്മയും ഗാർഗിയമ്മയും, അങ്ങനെ രണ്ടമ്മമാരുണ്ടായിരുന്നു. എന്താ സൂചിപ്പിക്കുന്നത്? ഗാർഹസ്ഥ്യം മോക്ഷമാർഗത്തിൽ ഒരിക്കലും ഒരു തടസ്സമല്ല, പ്രൊവൈഡഡ് ഗാർഹസ്ഥ്യത്തെ ഗൃഹസ്ഥാശ്രമമായിട്ട് കാണണം. ബ്രഹ്മചര്യാശ്രമത്തിൽ ഇരുന്ന് അതിന് വേണ്ട തയ്യാറെടുപ്പ് നടന്നിരിക്കണം. ധർമ്മത്തിന്റെ ശക്തമായ ഒരു അടിത്തറ പടുത്തുയർത്തിയിരിക്കണം. അതിലായിരിക്കണം ഗൃഹസ്ഥാശ്രമം കെട്ടി ഉയർത്തി. ഇന്ന് വരുന്ന തകരാറ് മുഴുവൻ അവിടെയാണെന്ന് നമുക്ക് ഓർമ്മിക്കാൻ കഴിയട്ടെ. സൂചിപ്പിച്ച എന്താ പറയാൻ കാര്യം എന്താണ്? അത് മറന്നുപോയി അല്ലേ? സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടാകാവുന്ന തടസ്സങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ തയ്യാറെടുപ്പോടുകൂടി വേണം എന്നുള്ള സൂചനയാണ്. എന്നിട്ട് ഭഗവാൻ എന്താ പറഞ്ഞത്? ലക്ഷ്മണ, നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരുഷകൾ. വില്ലിനീ നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കേണം വഴിയേ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മപരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും, എന്നാലൊരു ഭീതിയും ഉണ്ടായി വരാം. മൂലത്തിലെ ഓർഡർ അല്പം മാറ്റിയിട്ടിരിക്കുന്നു എഴുത്തച്ഛനിവിടെ. ഇവിടെ എന്താ പറഞ്ഞത്? മുന്നിൽ നീ നടക്കേണം. മൂലൻ രാമായണത്തില് മുന്നിൽ ഞാൻ നടക്കും, നീ പുറകില് സീത. രണ്ടിടത്തും സീതയുടെ സ്ഥാനം നടുക്കാണ്. എന്തുകൊണ്ട്? സ്ട്രോങ് പ്രൊട്ടക്ഷൻ. എഴുത്തച്ഛന് മലയാളികളെ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് എങ്ങനെയാ ഇവനെ വിശ്വസിച്ച് പുറകെ നിർത്തുന്നത് അല്ലേ? എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കാനൊക്കുമോ? രണ്ടുപേരും ഉണ്ടോ എന്ന്. അത് പ്രത്യേകിച്ച് ശ്രീരാമന് കുറേശ്ശെ സ്പോണ്ടിലോസിസിന്റെ ഒരു അസുഖം കൂടെ ഉണ്ടായി. അപ്പൊ എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കാനും പറ്റില്ല. അപ്പൊ ഈ റിസ്ക് ഒന്നും വേണ്ട. മുമ്പിൽ നീ നടക്കണം. ഇതെങ്ങനെ? ജീവാത്മപരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തി എന്നതുപോലെ. സുന്ദരമായൊരു ഭാവനയാണ്. ജീവാത്മ പരമാത്മ ഭേദം തോന്നുന്നത് എന്തുകൊണ്ടാണ്? മായാബന്ധം നടുക്ക്. മായ കൊണ്ടാണ് സംസാരമേ തോന്നുന്നത്. ഇനി കണ്ടു, മായ കൊണ്ടല്ലോ സംസാരമുണ്ടെന്ന് തോന്നിക്കുന്നു. അപ്പൊ സംസാരബോധം, അഹംബോധം, ദേഹബുദ്ധി ഒക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ജീവാത്മ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയായ മഹാമായയെ പോലെ ദേവി നമ്മുടെ നടുക്ക് പോകട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. ആദ്യം കാണുന്നു ആരെ? വിരാധനെ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടികായികേതുമിടോ. അന്ന് എടീന്നൊന്നും വിളിക്കുകയല്ലായിരുന്നു, പിന്നെ എടോന്നേ വിളിക്കുമായിരുന്നുള്ളൂ. ശ്രദ്ധിക്കണം. വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവേനല്ലയോ. അല്ലയോ മിസ്സസ് സീത, പേടിക്കണ്ട. എങ്ങനെങ്കിലും ഞാൻ നോക്കുക ഭഗവാന്റെ ഞാൻ ഏറ്റു എന്നൊന്നുമല്ല പറഞ്ഞത്, പിന്നെ വിനയത്തിന്റെ ഭാഷ. പേടിക്കണ്ട, ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ ഓഫ്.
വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതും ഒന്നിളകാതെ വന്നുടനടുത്തിതോ രാക്ഷസപ്രവരനും. വിരാധൻ എന്നുപേരുള്ള രാക്ഷസൻ വരുന്നതും അവരെ നേരിടുന്ന ആദ്യത്തെ അറ്റാക്ക് വരുന്നതും അതിനെ നേരിടുന്നതുമായ ഭാഗമാണ് വിരാധവധം എന്ന ഭാഗത്തിൽ കൂടി സൂചിപ്പിക്കുന്നത്. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമസ്മരണാത് ഭവേ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരി ഓം. വസിഷ്ഠ മഹർഷി ഭരതനെ ഉപദേശിക്കുന്ന ഭാഗം അത് കഴിഞ്ഞിട്ട് സംസ്കാരകർമ്മം, ഭരതൻ്റെ വനയാത്ര, ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അവിടെ സൗമിത്രിയെ വിശേഷിപ്പിക്കുന്നിടത്ത് സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും എന്നൊരു പ്രയോഗമുണ്ട് എന്നർത്ഥം. എങ്ങനെയാണ് സൂചിപ്പിച്ചത്? സൗമിത്രി ആരാണ്? സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും. സാധാരണ ആർക്കും കിട്ടാത്ത ഒരു പ്രയോഗമാണ് കിട്ടിയത്. എന്തുകൊണ്ട്? സൗമിത്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുമിത്രയുടെ മകൻ. സുമിത്ര ആരാണെന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്? ജ്ഞാനശക്തിയുടെ പ്രതീകമാണ്, ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സുമിത്രയുടെ മകനാകുമ്പോൾ എന്തായാലും ആ ഗുണമൊക്കെ കുറച്ച് കാണാതിരിക്കില്ല എന്നർത്ഥം. അങ്ങനെ ഘോര കാനനത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ സൂചനയും നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഹാർഡ് കോർ മെറ്റീരിയൽ ലൈഫ് അതിലേക്ക് പോകുന്നത്, അതിൻ്റെ സൂചനയും കണ്ടു. ഇനി അവിടെ ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളെയൊക്കെയാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. വിരാധൻ വരുന്ന ഭാഗം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ, ഇത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത്, എത്രയും മൂഢൻ ഭവാനെന്നിഹ ഞാൻ മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരപ്പോയാർ. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വിരാധൻ നടത്തി, താൻ ആരാണ് എന്നുള്ളത് സൂചിപ്പിച്ചു. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾക്കും ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ആയുധങ്ങളും സീതയും രണ്ടും ഇവിടെ ഉപേക്ഷിച്ചിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു? അമ്പുകൊണ്ട് ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്ത്രവും പിളർന്നതി സത്വരം, നക്തഞ്ചരനടുത്താനത് നേരമസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. വിരാധനെ ആദ്യം കൈമുറിച്ചു, പിന്നെ കാല് മുറിച്ചു. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. തലയെ രാമൻ തന്റെ അമ്പുകൊണ്ട് മുറിച്ചു. രക്തവും പരന്നിത് ഭൂമിയിൽ അത് കണ്ട് ചിത്ത കൗതുകത്തോട് പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിന അരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. ശരിക്കും വിരാധൻ ആരായിരുന്നു? ഒരു വിദ്യാധരനായിരുന്നു. ആ പേര് തമ്മിലുള്ള സാമ്യം ശ്രദ്ധിക്കുമെന്നർത്ഥം.
വിരാധൻ വിദ്യാധരൻ. വിദ്യയെ ധരിച്ചവനാണ് വിദ്യാധരൻ. പക്ഷെ ആ വിദ്യ പ്രയോജനപ്പെട്ടില്ല. അതുകൊണ്ട് വിരാധനായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നത്. പിന്നെ എപ്പോഴാണ് തിരിച്ച് വിദ്യാധരനായത്? ഭഗവാനുമായിട്ട് സംഘമുണ്ടായപ്പോൾ, ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മരിക്കാനിടയായപ്പോൾ, ദേഹം ഉപേക്ഷിക്കാനിടയായപ്പോൾ ശരിക്കുള്ള രൂപം വന്നു. എങ്ങനെയാ വിശേഷിപ്പിച്ചത്? ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭകാന്ത്യാ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണമിന്ദീവരദളശ്യാമമിന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതിജന മനോമന്ദിരം രാമചന്ദ്രം ജഗതാം അഭിരാമം വന്ദിച്ച് ദണ്ഡ നമസ്കാരവും ചെയ്ത് ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. എവിടെവിടെ ഭഗവാനെ വർണ്ണിക്കേണ്ടതായിട്ട് വരുന്നുവോ അപ്പോൾ അവിടെയൊക്കെ എഴുത്തച്ഛൻ്റെ പേന ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുകയില്ല. അങ്ങനെ നീണ്ട് 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 അങ്ങോട്ട് പോകുന്നു. ആ വാക്കുകളുടെ അനിർഗളമായ ഒരു ഒഴുക്കാണ് കാണുന്നത്. അവിടെ അതിനുള്ള പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എഴുത്തച്ഛൻ നോക്കാറില്ല. പിന്നെ ഭഗവാന്റെ നാമങ്ങൾ എങ്ങനെ നിർത്താത്ത ഒരു ഇതാണ് ഭക്തിയും ജ്ഞാനവും കൂടി ഉറച്ച ഒരു സാധകന്റെ ലക്ഷണം. സ്തുതിച്ചു. ആരെ? വിദ്യാധരൻ സ്തുതിക്കുകയാണ്. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ. വാൽമീകി രാമായണത്തില് ഈ വിദ്യാധരന്റെ പേര് തുമ്പുരു എന്നാണ്. തമ്പുരു അല്ല, പിന്നെ തുമ്പുരു എന്നാണ്. ഇതിലാ പേര് സൂചിപ്പിക്കുന്നില്ല. ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ. ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ടാണ് വിദ്യാധരനായ ഞാൻ വിരാധനായി തീർന്നത്. വാൽമീകി രാമായണത്തിൽ ഇത് കുബേരന്റെ ശാപം കൊണ്ടാണ് എന്ന് ഒരു സൂചനയുണ്ട്. പക്ഷേ അധ്യാത്മരാമായണ മൂലത്തിൽ ശരിക്ക് ദുർവാസസിന്റെ ആണ് തന്നെ സൂചിപ്പിക്കുന്നു. ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർവിതനായോ ഒരു രാത്രിഞ്ചരനായേനല്ലോ. രാത്രിഞ്ചരനാകുമ്പോൾ ഗർവ് കുറച്ച് കൂടും എന്നർത്ഥം. വിദ്യാധരന് ശരിക്ക് കുറച്ച് ഗർവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് തിരിച്ചിങ്ങനെ ഒരു ശാപം കിട്ടാൻ ഇടയായത്. ഈ ശാപം എന്ന് പറയുന്നെങ്കിലും പലപ്പോഴും ഇതൊക്കെ അനുഗ്രഹമാണ് എന്നർത്ഥം. എവിടെ ശാപം കിട്ടി എന്ന് സൂചിപ്പിക്കുന്നുവോ അതൊക്കെ അനുഗ്രഹമായിട്ടാണ് കാണാൻ കഴിയുന്നത്. കൃഷ്ണാവതാരത്തിൽ എത്രയോ കഥകൾ നമ്മൾ കാണുന്നുണ്ട്. കുബേരപുത്രന്മാരായ നളകൂപര മണിഗ്രീവന്മാര് ശാപം കിട്ടി പറയുമ്പം ശാപം കിട്ടിയിട്ടാണ് വ്രജത്തിൽ വന്ന് നിന്നത് മരുത്തുമരങ്ങളായിട്ട്. പക്ഷേ എന്തോരു വലിയ അനുഗ്രഹമാണ് ഉണ്ടായത്. അതുകൊണ്ട് മഹാത്മാക്കളുടെ ശാപം സൂചിപ്പിക്കുന്നതൊക്കെ അനുഗ്രഹമാണ് അല്ലേ. ഇന്ദ്രദ്യുമ്നൻ മഹാരാജാവായിരുന്നു. ശാപം വിത്തിൻ ഇൻവേർട്ടഡ് കോമാസ് കിട്ടിയിട്ട് എന്ത് സംഭവിച്ചു? വിജയേന്ദ്രനായി. എന്നിട്ട് എന്താ സംഭവിച്ചത്? സാക്ഷാൽ ശ്രീഹരിയായിട്ട് വന്ന് ഭഗവാൻ ദേവന്മാർക്ക് പോലും അലഭ്യമായ പുണ്യദേശത്തെ കിട്ടുന്നു. അപ്പൊ ഇതൊക്കെ ശാപം എന്ന് സൂചിപ്പിക്കുന്നെങ്കിലും ശാപത്തിന്റെ ഒരു എലിമെന്റ് അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് അനുഗ്രഹമായിട്ട് പരിഗണിക്കുന്നു. പക്ഷെ തൽക്കാലത്തെ സ്ഥിതിയിൽ നിന്നൊരു മാറ്റം വരുന്നത് കൊണ്ട് സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ അഥവാ ലൗകിക ദൃഷ്ടിയിൽ ശാപം സൂചിപ്പിക്കും. ശാപത്തെയൊക്കെ നമ്മൾ അങ്ങനെ കാണണം എന്ന് തന്നെയല്ല. ഈ ശാപം അനുഗ്രഹത്തെ പറ്റി ശരിക്കൊരു മനസ്സിലാക്കാൻ ഉള്ള ഒരു സംഗതി, ശാപം എന്ന് പറഞ്ഞാൽ ഒരാൾ നീ നശിച്ചു പോട്ടെ എന്ന് വാക്കുകൊണ്ട് പറയുന്നത് മാത്രമല്ല ശാപം. അതിനേക്കാൾ ശക്തമായ ശാപം ഒരാളിൻ്റെ ഉള്ളിൽ നമ്മൾ വേദന ഉണ്ടാക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന താപം നമ്മിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് ശാപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനുഗ്രഹവും. ഒരാളിന് നന്മ ചെയ്താൽ
ആ ആളിനുള്ളിലുണ്ടാകുന്ന സംതൃപ്തി നമ്മുടെ നേരെ അനുഗ്രഹമായിട്ട് വരുന്നു. അപ്പൊ ശാപം അനുഗ്രഹം എന്നുള്ളതിനെ അല്പം കൂടി സൂക്ഷ്മമായ തലത്തിൽ ഇങ്ങനെ കാണാൻ കഴിയണം. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ ഇരിക്കൂ. ഇന്ന് പഠിക്കേണ്ട പാഠം അതാണെന്ന്. ആരെയും വേദനിപ്പിക്കാതിരിക്കും. എന്തുകൊണ്ട്? ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരച്ഛനും മക്കള് എത്ര മോശക്കാരായ മക്കളാണെങ്കിലും അവർക്ക് മോശമാവട്ടെ, നശിച്ചു പോട്ടെ എന്നൊരച്ഛനും പറയില്ല. പക്ഷെ അച്ഛൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അമ്മയുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകാൻ ഒരു മകൻ അല്ലെങ്കിൽ മകള് കാരണമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ അച്ഛൻ ശപിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ തോന്നിയ ദുഃഖം നമുക്ക് ശാപമായിട്ട് താപമാണ്. താപമാണ് ശാപമാകുന്നത്. അല്ലേ? പക്ഷെ അതിനെ അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ട് ചെയ്യാമെങ്കിൽ നല്ലത് മാത്രം ചെയ്യൂ, അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാതെ ഇരിക്കൂ. ആരെയും. കാരണം ആരിൽ നിന്നാണ് ഇതിങ്ങനെ തിരിച്ചു വരുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കും. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോകുന്നു. അല്ലേ? ചിന്ത കൊണ്ടുള്ളത് പോലും വലിയ അപകടം. കാരണം നമ്മുടെ ശാസ്ത്രത്തിൽ ഹിംസയെന്നും വ്യഭിചാരമെന്നും തെറ്റെന്നൊക്കെ പറയുന്നതൊക്കെ മനസ്സുകൊണ്ടുള്ളതിനാണ് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നത്. ശാരീരികമായ തലത്തിൽ അത് ചെയ്തില്ലെങ്കിൽ പോലും മനസ്സിലാ ചിന്ത വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുനാഥൻ ഒരിക്കൽ പറഞ്ഞത്, ഭഗവാന്റെ മുമ്പിൽ നിവേദിക്കാൻ കൊള്ളാത്ത ഒരു ചിന്തയും മനസ്സിൽ സ്വീകരിക്കാതിരിക്കുക. ഫുൾ സ്റ്റോപ്പ്. വ്യക്തമായില്ലേ? ഉള്ളിലിരിക്കുന്ന ഭഗവാനിൽ അല്ലെ ഭഗവത് ചൈതന്യത്തിന് നിവേദിക്കാൻ കഴിയാത്ത ഒരു ചിന്തയും ഉള്ളിൽ സ്വീകരിക്കാതിരിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞെന്ന വാചകം തന്നെ പറയാം. ഡു നോട്ട് എന്റർടൈൻ എ തോട്ട് വിത്തൗട്ട് ജഡ്ജിങ് വെദർ ഹി വിൽ അപ്രൂവ് ഓഫ് ഇറ്റ്. ഭഗവാന്റെ അംഗീകാരം കിട്ടുമോ എന്ന് ആലോചിക്കാതെ ഒരു ചിന്തയെയും ഉള്ളിൽ സ്വീകരിക്കാതിരിക്കൂ. അത് ശരിയാകില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ അതിനെ കളയാൻ കഴിയണം. ഇല്ലെങ്കിൽ ആ ചിന്ത ഉള്ളിലിരുന്ന് ആഗ്രഹമായിട്ട് വളർന്ന് സ്ഥൂലമായ കർമ്മമായിട്ട് വളർന്ന് കർമ്മവാസനയായി കഴിഞ്ഞാൽ പിന്നെ അത് വിധി അഥവാ ദൈവം അഥവാ പ്രാരബ്ധമൊക്കെ ആയിത്തീരും. ആ സ്റ്റേജിൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കെ ഇല്ല. പിന്നെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഉള്ളിൽ ചെറിയ ആഗ്രഹമായിട്ടോ ചിന്തയായിട്ടോ വന്നാൽ അപ്പോൾ തന്നെ അതിനെ നള്ളിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നുള്ളിക്കളയാം, അല്ലെങ്കിൽ വേറൊരു ചിന്ത കൊണ്ട് അതിനെ ഇല്ലാതെയാക്കാം. ആ സ്റ്റേജിൽ നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അതേസമയത്ത് അത് വളർന്ന് വലുതായി കർമ്മത്തിന്റെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് ആരാണ്? അല്ല, കഴിഞ്ഞുപോയതിങ്ങനെ വന്നു പോയിരുന്നോട്ടെ, ഇനിയുള്ളത് സൂക്ഷിച്ചൂടെ? കാരണം ഇന്ന് ചെയ്യുന്നതിൻ്റെയാണ് നാളെ. അത് ഗുരുദാസൻ ഭംഗിയായിട്ട് പറഞ്ഞു തന്ന ഒരു വാചകം തന്നെ പറയട്ടെ. ടുമോറോ ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് യെസ്റ്റർഡേ മോഡിഫൈഡ് ടുഡേ. നാളെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെയുടെ തുടർച്ചയാണ്. പക്ഷേ ഇന്ന് അതിനെ രൂപാന്തരപ്പെടുത്താൻ, മാറ്റിമറിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ശാപം അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണിത് സൂചിപ്പിക്കാനിടയായത്. എന്നിട്ട് സ്തുതിക്കുകയാണ്. നിന്തിരുവഴിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്ന് നാഥ, സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്തിയാ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതി സ്യാദനവായിനീം. നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ.
മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളിലെ രാഗദ്വേഷങ്ങളൊക്കെ ഇല്ലാതാകാൻ ഏറ്റവും നല്ല മാർഗം ഇത്തരം പ്രാർത്ഥനകളാണ്. എന്താ പറഞ്ഞത്? സന്തതം ഇനി, സന്തതം ഇനിയല്ല, സന്തതം ഇനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്തിയാ. വെറുതെ ചിന്തിച്ചാൽ പോരാ, പിന്നെ രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, ഭക്തിയോടുകൂടി ചിന്തിക്കാൻ കഴിയണം. രണ്ട്, സന്തതം. എപ്പോഴാ ഭഗവത് ചിന്ത വേണ്ടത്? ശിവരാത്രിയുടെ അന്നും, ജന്മാഷ്ടമിയുടെ അന്നും, ഗുരുവായൂർ ഏകാദശിയുടെ അന്നും, പിന്നെ ശബരിമലയ്ക്ക് പോകുമ്പോഴും പോരാ. പിന്നെ 24 മണിക്കൂറും 365 ദിവസവും. അതെങ്ങനെയാ സാധിക്കുക? പുറത്തുള്ള ഭഗവാനെയാണ് ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് സാധിക്കാതെ വരും. പിന്നെ ഉള്ളിലുള്ള ഭഗവാനിലെ ഉറപ്പ് വരുമ്പോഴാണ് വേറിടുന്നേ ഇല്ല, പിന്നെ എങ്ങനെയാ ഓർക്കേണ്ടത് എന്നർത്ഥം. ഇപ്പൊ ഞാനൊരു പുരുഷനാണ് എന്ന് ഓർമ്മിക്കാൻ എനിക്ക് വേറെ ഫോറിൻ എയ്ഡ് ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്, ഞാൻ അമ്മയാണ്, ഭാര്യയാണ്, സ്വബോധത്തോടെ ഇരിക്കുന്ന ആരും പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നമുക്കൊക്കെ ഉറപ്പുണ്ട് നമ്മൾ അതാണ് എന്ന്. ഇതുപോലെ ഉറപ്പ് വരണം. എന്ത്? അഹം ബ്രഹ്മാസ്മി, എന്റെ ശരിയായ ഭാവത്തിൽ ആ ഭഗവത് ചൈതന്യം തന്നെയാണ്. ഇത് രണ്ടായി ഇരുന്നിട്ടേ ഇല്ല ഒരിക്കലും. രണ്ടെന്ന് തോന്നിയത് മുഴുവൻ ഭ്രമം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിച്ചത്, പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിഹ. അപകടം തുടങ്ങിയ മുഴുവൻ എവിടെയാണ്? ഒന്നായ നിന്നെ. രണ്ടെന്നുള്ളത് നമ്മൾ ഇന്നലെ മാറ്റി എഴുതിയായിരുന്നു. പലതെന്ന് കണ്ടളവ്. പുസ്തകത്തിൽ തിരുത്താനല്ല പറഞ്ഞത്, പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവിടെ രണ്ടെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? പലത്. ഒന്നായ നിന്നൈഹ പലത്. അവിടെ രണ്ടെന്ന് സൂചിപ്പിക്കുന്നത് ഒന്നിനും മൂന്നിനും ഇടയ്ക്കുള്ള രണ്ടിനെ അല്ല എന്നർത്ഥം. പിന്നെ ഒന്ന് കഴിഞ്ഞുള്ള പലതിനെ, പ്ലൂറാലിറ്റിയെ, ബഹുത്വത്തെ, നാനാത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നാനാത്വ ബുദ്ധിയാണ് അപകടം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടത് ഇല്ലാതെ വരണം. അതിനെന്ത് വേണം? ഭഗവത് ചിന്ത എപ്പോഴും വേണം. ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ് എന്ന ബോധം നന്നായിട്ട് ഉറയ്ക്കണം. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തോളൂ. അതൊക്കെ നമ്മെ ഉയർത്തും. അതറിയാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മെ താഴ്ത്തുകയും ചെയ്യും. ഇതാണ് സന്ദേശം. വേദാന്തത്തിന് പറയാനുള്ള ഉറച്ച സന്ദേശം അതാണ്. സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്തിയാ. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം. വാക്കുകൊണ്ട് മുഴുവൻ എന്താണ് ചെയ്യുന്നത്? പിന്നെ പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം. കയ്യെന്തിന് തന്നു ഭഗവാൻ നാരായണ പൂജകൾ ചെയ്യാൻ. നാവെന്തിന് തന്നു ഭഗവാൻ നാരായണ നാമം പാടാൻ. ഉറപ്പിക്കണം.